ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാവ്. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും നമ്മളെത്തി. ഇന്നത്തെ ഒരു ദിവസം മൊത്തത്തിലൊരു പകുതിയോളം ദിവസം കൊണ്ടുപോയത് നമ്മുടെ അനുമോളുടെ പാവയാണ്. ശ്രദ്ധിച്ചോ? അനുമോളാണ് ഇന്ന് ഫുൾ അനുമോൾ. ഞങ്ങൾക്ക് അനുമോളില്ല, അനുമോളാണ്. ഇതെല്ലായിടത്തും അണുബാധ പരത്തുന്ന ആൾ. അല്ല, നമ്മ ഉണ്ടാക്കിയല്ല, ഫേസ്ബുക്കിലൊക്കെ അങ്ങനെയാണ് കമന്റ്സ് ഒക്കെ. അനുമോൾ എന്നാണ്. ഞാൻ ആലോചിക്കുന്നത് അതല്ലടാ, ഒരു പാവ വെച്ചിട്ട് എന്തോരം കണ്ടൻസ് ഉണ്ടാക്കുന്നത്, അത് വച്ചിട്ട് കളിക്കുന്ന ഡ്രാമ ഉണ്ടല്ലോ. ആള് പറയണത് ആ പാവയാണ് ആളുടെ റിലീഫ് എന്നാണ്. പക്ഷെ കണ്ടന്റ് ആണ്, ഒരു കരച്ചിൽ കണ്ടന്റിന് വേണ്ടി കൊണ്ടുനടക്കണേ. നമുക്ക് കാണുന്നവർക്ക് ക്രിഞ്ചായിട്ടാ തോന്നുന്നേ. മരണ ക്രിഞ്ച്, ഒരു രക്ഷയില്ല. ഒന്നാമത് ഇത്ര ഏജ് ആയില്ലേ, പാവ അതിനു വേണ്ടി കരയുക. സത്യം. പക്ഷെ അത് അവരുടെ സ്ട്രാറ്റജിയാണ്. ആ ഒരു ദിവസം ഫുൾ അവൾ ആ പാവയില് പിടിച്ചു നിർത്തി എന്നുള്ളതാണ് കാര്യം. സ്ട്രാറ്റജി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അക്ഷരങ്ങള് അല്ല വാക്കുകൾ ശ്രദ്ധിക്കണം. നമുക്ക് പറയാനിപ്പോ വേറെ കാര്യമില്ലടാ. അതിൻ്റെ എടുത്തിട്ടുണ്ടോ? ഈ ഫുൾ ടൈം ഈ പാവയും കൊണ്ട് നടക്കുന്നേ. എനിക്ക് തോന്നുന്നത് ഇവള് കയ്യിൽ നിന്ന് കുളിക്കാൻ പോകണം. ജയിലിൽ പോയപ്പോ അവിടെ പാവ കൊണ്ടുപോയി. അതിൽ വല്ല കൂടോത്രം ഉണ്ടോന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. ആള് ഫുൾ ടൈം ഇതുമ്പലാണ്. അത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആള് ട്രിഗർ ആവുന്നുണ്ട്. പിന്നെ ഫുൾ ടൈം കൊണ്ടുനടക്കുക, ജയിലിലേക്കും കൊണ്ടുപോകാറുണ്ട് എന്തോ. പിന്നെ അതിന്റെ ഇടക്ക് ഒരു ശപിക്കണ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഒരു കൂടോത്രം. പാവയിലാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. ഈ നമ്മുടെ ആര്യന മരത്തിന്റെ മേലെ പാവേനെ കെട്ടുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് വന്നിട്ട് കരഞ്ഞിട്ടാ പാവേനെ എടുക്കുന്നത്. എന്നിട്ട് പൊതിഞ്ഞ് ഒളിപ്പിച്ച് വെക്കുന്നു. അതിലെന്തോ കാര്യമായിട്ടുണ്ട്. അത് സത്യാണ്. അതിന് ശേഷം നമ്മുടെ ലാലേട്ടൻ വരുന്നതായിരുന്നു. ശരിക്കും ഇന്ന് സാറ്റർഡേ അല്ല, ഫ്രൈഡേ ആണ്. പക്ഷെ ലാലേട്ടൻ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. ലാലേട്ടൻ UK-ലാണ്. UK-ന്ന് വീഡിയോ കോൾ വഴിയാണ് നമ്മളുടെ മത്സരാർത്ഥികളെ കാണാൻ വന്നത്. സോ വന്ന ഉടനെ ഫയറിംഗ് എന്ന് പറഞ്ഞ വമ്പൻ ഫയറിംഗ്, ഒരു രക്ഷയില്ല. നല്ല കലിപ്പിലാണ് പുള്ളി വന്നിരുന്നത്. അല്ല, ലാലേട്ടനെ അങ്ങനെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ ലാലേട്ടൻ ഇങ്ങനെ കലിപ്പിലാണ്, ഭയങ്കര കലിപ്പിലായിരുന്നു. ഫസ്റ്റ് വന്നിട്ട് തന്നെ ആദ്യം പൊക്കിയത് അനുമോളെ. എന്താണ് അനുമോളെ പ്രശ്നം എന്ന് ചോദിച്ചിട്ടായിരുന്നു തുടക്കം. ഈ വീട്ടിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും പറയാം ഒരു പ്രശ്നമുള്ളത് അനുമോള് തന്നെയാണ്. അത് ലാലേട്ടൻ ചോദിച്ചത് എല്ലാരും എന്താണ് അനുമോളെ ടാർഗറ്റ് ചെയ്യണമെന്നുള്ള സാധനം. കോർണർ ചെയ്യുന്ന ലാലേട്ടൻ പറഞ്ഞത്. പക്ഷെ അനുമോള് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കോർണർ ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. മൊത്തം അങ്ങനത്തെ തലമുറ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കരയുക. ബാക്കിയുള്ളവർ കരയുമ്പോ അത് എന്താണ്, ആക്ടിങ് ആണ്. അനുമോള് കരയുമ്പോൾ ഭയങ്കര ഫീലിങ്സ് ആണ്. അങ്ങനത്തെ ഒക്കെ കുറെ സംഭവങ്ങൾ. പിന്നെ അനുമോൾക്ക് പറയേണ്ട എല്ലാ കാര്യങ്ങളും അനുമോള് പറയും. ബാക്കിയുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ അനുമോൾക്ക് അത് പ്രശ്നമാണ്. അങ്ങനത്തെ കുറെ വിഷയങ്ങൾ അനുമോൾക്ക് ഉണ്ട്. അപ്പൊ ലാലേട്ടൻ അത് ഫസ്റ്റ് തന്നെ വന്നിട്ട് ചോദ്യം ചെയ്തു. പിന്നെ ജിസേലിനെ പിടിച്ചിട്ട് ലാലേട്ടൻ അത് കറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്. അനുമോള് പറയുന്നത് ജസ്റ്റ് ടിഷ്യൂ വെച്ചിട്ട് തുടച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അത് പറയുന്നുണ്ട് ഫിസിക്കൽ അസോൾട്ട് ആണ്. അതായത് ലാലേട്ടൻ എല്ലാവരോടും ഇൻഡിവിജ്വൽ ആയിട്ട് അതിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നിയിൽ പറയുന്നുണ്ട് അതൊരു ജസ്റ്റ് ഒന്ന് ടിഷ്യൂ വെച്ച് തുടച്ചതല്ല, അത് പക്ക ഫിസിക്കൽ അസോൾട്ടാന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലൊക്കെ പറഞ്ഞില്ല, അല്ല കഴിഞ്ഞ മുന്നത്തെ കൊല്ലം റോബിന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കഴുത്തിന് പിടിച്ചിട്ട് പോലെ ജസ്റ്റ് ഇങ്ങനെ തള്ളിയുള്ളൂ, പുറത്താക്കി റോബിനെ. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ശരിക്കും മുഖത്തൊരു ഉന്തുന്ന തരത്തിലുള്ള, അത് ഫേസിൽ തൊടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ കയ്യിൽ പിടിക്കണതിനേക്കാളും ഫേസ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. അത് അതിലെല്ലാരും പറയുന്നുണ്ട്, ഫേസിൽ തൊടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര. അതിൽ ഒരാള് പോലും അനുമോളിന് സപ്പോർട്ടായിട്ട് നിന്നിട്ടില്ല, എല്ലാരും ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പൊ കോർണർ ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. കാര്യം ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യും. നേരെ തിരിച്ച് ചെയ്തപ്പോ അക്ബർക്ക് അനുമോളാണല്ലോ ഭയങ്കര ടാർഗറ്റ് എന്നുണ്ട്. അക്ബർഖാൻ എടുത്ത് നിർത്തിയത്. അക്ബർക്കാണ് അനുമോളുടെ ചുണ്ടിന് ടിഷ്യൂ വെക്കണെന്നുണ്ടെങ്കിൽ ഈ വിഷയം കേറി കത്തോടെ ആളിപ്പടരും. അത് അപ്പൊ ആൾക്കാർക്ക് ഇതൊന്നും പറയാനുണ്ടാവില്ല. അപ്പൊ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവുള്ളൂ. അനുമോൾ ഇപ്പൊ ഇത് ചെയ്തപ്പോ എതിരെ പറയണില്ല ഫാൻസ്. അങ്ങനെ ആയിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ സ്പോട്ടിൽ അക്ബർക്ക് ഇവിടെ ഇരുന്നാനേ. അയ്യോ, പിന്നെ പുറത്താക്കും ഉറപ്പല്ലേ. ഇത് ഒരു സംഭവമാണ്. അപ്പൊ ഉള്ളിന്ന് ഇനിയിപ്പോ അനുമോൾക്ക് ഒരു സപ്പോർട്ട് ഉള്ളിന്ന് കിട്ടുന്നുണ്ടോന്ന് വരെ നമുക്ക് തോന്നും അങ്ങനത്തെ പരിപാടിയൊക്കെ കാണുമ്പോൾ. ഉറപ്പായിട്ടും. അതുപോലെ ഇത് അനുമോളിനോട് മാത്രമല്ല ജിസേലിനോട് ചോദിക്കുന്നുണ്ട്. ജിസേൽ പിടിച്ച് തള്ളുന്നുണ്ടായിരുന്നു. ജിസേൽ അപ്പൊ തന്നെ ആ റിഫ്ലക്ഷനിൽ പിടിച്ച് തള്ളുന്നുണ്ട്. ആർക്കാലും തൊടുമ്പോ ആർക്കാലും ട്രിഗർ ആവും. ഉറപ്പായിട്ടും അങ്ങനെ പിടിച്ച് തള്ളുന്നു. ജിസേൽ അത് തള്ളാതെ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോ ന്യായം ഉണ്ടായിരുന്നേ. പക്ഷെ രണ്ടുപേർക്കും ഒരു ശിക്ഷ കൊടുക്കുന്നുണ്ട്. 2 മണിക്കൂർ രണ്ടുപേരും ജയിലിൽ കിടക്കട്ടെ എന്നും അടുത്ത നോമിനേഷനിൽ ഡയറക്റ്റ് പോട്ടെ എന്നും ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ലാലേട്ടൻ തന്നെ സോൾവ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരെയും ഹഗ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ പ്രശ്നം വിളിച്ച് സോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ലാലേട്ടൻ പോയി ഒരു പോയിന്റില് ഈ അനുമോള് നമ്മുടെ നൂറേനോട് അതിനോട് പറയുന്ന ഒരു കാര്യം ഉണ്ട്. അത് ഭയങ്കര രസകരമായിട്ടുള്ള
എന്താണ് കണ്ടന്റിന്റെ ഒരു കേസല്ലേ? പറയാണ് എനിക്ക് പൈസ കിട്ടുമോ കിട്ടാതിരിക്കോ അത് എനിക്ക് മാറ്റർ അല്ല, പക്ഷെ ഞാനിവിടെ നിൽക്കുന്നത് ബിഗ് ബോസിന് റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കാനാണ്. അത് ബിഗ് ബോസിന് ഇട്ട് മേടുക, ബിഗ് ബോസിന് ഇട്ട് കൊട്ട്. ഓൾറെഡി കോർണർ ചെയ്യപ്പെട്ടു, കരച്ചിൽ കുട്ടിയാണ്, എല്ലാരും കൂടി ഒറ്റപ്പെടുത്താന്ന് പറഞ്ഞിട്ട് ഉള്ള ഫാമിലി പ്രഷർ കട്ട് എല്ലാവരുടെയും അയ്യോ പാവം കുട്ടി എന്നൊരു ഇത് മേടിക്കുന്നുണ്ട്. അതിന്റെ കൂടെ അതൊക്കെ ആളെന്നെ പറയണ, അതൊക്കെ എന്റെ കണ്ടന്റ് ആണ്, റേറ്റിംഗ് കൂട്ടാനാണ് എന്റെ പരിപാടിക്ക്, പൈസ അല്ല, റേറ്റിംഗ് കൂടണം ഞാൻ നിൽക്കുമ്പോ, അപ്പൊ ഇതൊക്കെ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ആളെന്നെ പറയുന്നുണ്ട്. അല്ല എന്നിട്ട് ഈ ഫാൻസ് എന്ന് പറഞ്ഞു വരുന്നവർ ഇതൊന്നും കാണില്ല, ഇവർ ഈ എപ്പിസോഡ് മാത്രം കണ്ടിട്ട് വന്നിട്ടാണ് ഈ കന പറയണത്. എനിക്ക് ശരി ഇത്ര ഡെഡിക്കേഷൻ ഉള്ള ഒരു കുട്ടിയുണ്ടല്ലോ, ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരു കുട്ടി, റേറ്റിംഗിന് വേണ്ടിട്ട് ബേബി റേറ്റിംഗിന് വേണ്ടിട്ട് ഭയങ്കര. അനുമോള് കാരണം ഇത്ര റേറ്റിംഗ് കയറുന്നത്, അനുമോൾ ഉള്ളതുകൊണ്ടാണ് ഇത്ര റേറ്റിംഗ് കയറുന്നത് അല്ലേ? സത്യമാണ് സത്യം.